ഞാനൊരു കാര്യം പറഞ്ഞു, ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ ഇനി. കണ്ണൊന്നും ഇല്ലോ. കൂട്ടത്തില് മരിച്ചു കഴിഞ്ഞാലും വലിയ വിഷയമൊന്നും അത് കേസെടുക്കുമല്ലോ പോലീസ്. ഏട്ടാ കേസ് ഉണ്ടാവില്ല, കേസ് തള്ളി പോകും. കാരണം ഓരോ ഇങ്ങോട്ട് വന്നത്. ഷഹബാസിനെ കൊന്ന നരാധമന്മാരിൽ ഒരാളുടെ ശബ്ദ സന്ദേശമാണിത്. കൊലവെറി പൂണ്ട് വിദ്യാർത്ഥികൾ നടത്തിയ ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പ് ചാറ്റും പുറത്തു വന്നിരുന്നു. ഇതിൽ പറയുന്നതും ഷഹബാസിനെ കൊല്ലണമെന്ന് തന്നെയാണ്. ആസൂത്രിതമായി എങ്ങനെ കൊലപ്പെടുത്താമെന്നും ഈ വിദ്യാർത്ഥി കൊലസംഘം മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. ഷഹബാസ് എന്ന വിദ്യാർത്ഥിയുടെ ഭാവി ജീവിതം തന്നെ തുലച്ച ഈ കൊലയാളി സംഘത്തിന് നിയമത്തിന്റെ പഴുത് ലഭിക്കുന്നതാണ് നമ്മുടെ നിയമവ്യവസ്ഥയുടെ പോരായ്മ. അത്രമേൽ ഒരു ജീവനെടുത്ത കൊലയാളി സംഘത്തിനെ നിയമം ചേർത്തു പിടിക്കുന്നുണ്ട്. കൂട്ടത്തല്ലിൽ മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമല്ലെന്നും പോലീസ് കേസെടുക്കില്ലെന്നും ഇവർക്ക് വ്യക്തമായി അറിയാമായിരുന്നു. എത്താ മോനെ എല്ലാം കഴിഞ്ഞില്ലേ. പിന്നെ ഈ ഷാബാസിനെ പറഞ്ഞില്ലേ, ഷാബാസ് എനിക്ക് താങ്ങുന്നല്ല നീ പറയണ്ടി, എനക്കൊന്നും ഇല്ലാന്നതിന് പറയണ്ടി. ഇപ്പൊ എന്തേ തടഞ്ഞ് തന്നെയൊന്നും അറിയൂലേ. ഞാൻ മര്യാദക്ക് തച്ചിട്ടല്ലോ. ഞാൻ അങ്ങനെ പിടിച്ച് 4 കുത്തായിട്ട് എടുത്ത് കണ്ണ് തന്നെ. ഇത് മാത്രമാണ് ചെയ്തില്ല. അതിൽ തന്നെ ഓനൊന്നായി ഇല്ലാണ്ടായിപ്പിച്ചു. ഫസ്റ്റത്തെ 2 കുത്തലിൽ തന്നെ ഓനൊന്നായിട്ട് അരിഞ്ഞു വെക്കില്ലാണ്ട് വാർന്ന് വെച്ചൊക്കെ തല്ലിനോ ചത്തു പോലും. എന്തേ തടവാൻ ഒന്നുമില്ല. ഞങ്ങളൊരു 5 ആള്, ഓല് പരുന്നറുണ്ട് സ്കൂള്, മറ്റേ MJ എല്ലാരും ഒരു 50 ആൾക്കാർ, 30 40 50 30 40 ആൾക്കാർ. ഞങ്ങൾ ഒരു 5 ആള്. ഈ എന്ത് ചെയ്തു കിട്ടലൊക്കെ കിട്ടി. ഇങ്ങനെ ചൊറയുവാക്കി കൊണ്ടായി ഇങ്ങനെയാണ് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ വൈവായിക്കൊണ്ടോ എന്താ എനിക്കെന്താ പ്രശ്നമുണ്ടോ? ഷാബാദേ എന്തേ പൊരുത്തപ്പെട്ടോ. ഞാൻ എന്നോട് കുറെ പറഞ്ഞല്ലേ മോനെ, ഞങ്ങൾ ചൊറക്ക് നിൽക്കില്ല. പിന്നെയും ഞങ്ങൾ എന്നിട്ടും എന്നോട് ചൊറക്ക് നിന്നില്ലല്ലോ. ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഞങ്ങൾ എന്നോട് എന്തേ പറഞ്ഞു ഇല്ലല്ലോ. മുകളിൽ അച്ഛനച്ച് ഞാൻ എന്നോട് നല്ലോണം എന്നെ പറഞ്ഞു. പിന്നെ എന്നോട് ഞങ്ങൾ ഈ ചൊറ ഒഴിവാക്കാനായിട്ട് നിൽക്കുക. ഒഴിവാക്കി പോകുമ്പോൾ പിന്നെയും വന്നതാ. പിന്നെ ഇന്നത്തെ പ്രശ്നം ഞങ്ങളാരും മനസ്സിൽ പോലും വിചാരിച്ചില്ല. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും പ്രതീക്ഷിച്ചില്ല. ഞങ്ങൾ ട്യൂഷനും കഴിഞ്ഞ് വരികയാണ്. ഇപ്പൊ നിങ്ങൾ MJ ഏതോ ചെക്കന്മാരെ ഞങ്ങളെ വിളിച്ച് പിന്നെ എല്ലാം കൂടി കുടിയായി എല്ലാവരും കൂടി അടയ്ക്കുക. അതിന്റെ ഇടയിൽ കൂടെ ഇനിയാണ് എന്നോട് മാത്രമായിട്ട് പെരുഞ്ചല്. ഞാൻ എന്തേ തന്നെ ചെയ്യേണ്ടി പറഞ്ഞതാ. പിന്നെ കൂട്ടതല്ലായി ഇങ്ങനെ കണ്ടല്ലോ ഒക്കെ എന്തേലും പൊരുത്തപ്പെട്ടു കൊണ്ടല്ലോ. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവത്തിന്റെ തുടക്കം. ട്യൂഷൻ സെന്ററിൽ 10ാം ക്ലാസ്സുകാരുടെ ഫെയർവെൽ പരിപാടി നടക്കുന്നു. ഇതിനിടെ സംഘർഷമുണ്ടാകുന്നു. ഞായറാഴ്ചയായിരുന്നു ട്യൂഷൻ സെന്ററിലെ പരിപാടി. ഈ തർക്കത്തിന്റെ തുടർച്ചയായിട്ടാണ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി GVHSSലെ 5 10ാം ക്ലാസ് വിദ്യാർത്ഥികളെയാണ് താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നത്. ജുവൈനൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കിയ വിദ്യാർത്ഥികളെ ജാമ്യക്കാർക്കൊപ്പം വിട്ടയച്ചിരുന്നു. നേരത്തെ വധശ്രമം ചുമത്തിയ കേസിൽ IPC 302 വകുപ്പ് പ്രകാരമുള്ള കുറ്റങ്ങളാണ് പിന്നീട് ചുമത്തപ്പെട്ടത്. ഗൂഢാലോചന കണ്ടെത്തണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും കൊല്ലപ്പെട്ട ഷഹബാസിന്റെ കുടുംബവും ആവശ്യപ്പെടുന്നു. ആക്രമിച്ചവരിൽ മുതിർന്നവരുണ്ടെന്നും ഇവരുടെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടായിരുന്നുവെന്നുമാണ് കുടുംബത്തിന്റെ വിലയിരുത്തൽ. സംഭവത്തിൽ വിശദമായ വകുപ്പ് തല അന്വേഷണം നടത്താൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറെ മന്ത്രി V. ശിവൻകുട്ടിയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സെഡ്കോ ന്യൂസ്.